നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ. പ്രധാന വാർത്തകൾ. മുണ്ടക്കൈ ചൂരൽമര ഉരുൾപൊട്ടൽ ആധികാരിക പട്ടികയിൽ പാകപ്പിഴ എന്ന ആരോപണത്തോട് പ്രതികരിച്ച് കെ രാജൻ. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് മറുപടി നൽകി കെ സുധാകരൻ. മുനമ്പം സമരത്തിന്റെ ആദ്യ ദിവസം മുതൽ പിന്തുണയുമായി ഒപ്പമുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ. MT വാസുദേവൻ നായരുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി വെള്ളാപ്പള്ളി നടേശൻ. മച്ചാട് തിരുവാണിക്കാവിലെ ഗോപുര സമർപ്പണ ചടങ്ങ് വിവാദത്തിൽ. വാർത്തകൾ വിശദമായി. മുണ്ടക്കൈ ചൂരൽമര ഉരുൾപൊട്ടൽ ആധികാരിക പട്ടികയിൽ പാകപ്പിഴ എന്ന ആരോപണത്തോട് പ്രതികരിച്ച് കെ രാജൻ. പുനരധിവാസ നടപടിയിൽ ഒരാളെയും ഒഴിവാക്കില്ല. എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള പട്ടികയാണ് അവസാനമായി ഉണ്ടാകുക. പരാതികൾ കേട്ട ശേഷമുള്ള പുതിയ ലിസ്റ്റ് DDMA തന്നെ പുറത്തുവിടും. അതിലും പരാതിയുണ്ടെങ്കിൽ സർക്കാർ ഇടപെടും. ഉദ്യോഗസ്ഥ തല വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കും. വീഴ്ചയുണ്ടെങ്കിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും കെ രാജൻ പറഞ്ഞു. ക്ലറിക്കൽ മിസ്റ്റേക്കുള്ളത് ഗൗരവമായ വിഷയമാണ്. ജില്ലാ കളക്ടറോട് വിശദീകരണം തേടിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് മറുപടി നൽകി കെ സുധാകരൻ. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് മറുപടി നൽകി KPCC അധ്യക്ഷൻ കെ സുധാകരൻ. രമേശ് ചെന്നിത്തല ഇന്നലെ വന്ന രാഷ്ട്രീയ നേതാവല്ലെന്നും മുഖ്യമന്ത്രിയാകാൻ അയോഗ്യതയില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. VD സതീശനെതിരായ വെള്ളാപ്പള്ളിയുടെ വിമർശനത്തിനെതിരെയും സുധാകരൻ പ്രതികരിച്ചു. വെള്ളാപ്പള്ളിയുടെ പ്രതികരണം ശരിയായില്ല, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നുവെന്നും സുധാകരൻ അഭിപ്രായപ്പെട്ടു. VD സതീശൻ അഹങ്കാരിയായ നേതാവാണ്. പക്വതയും മാന്യതയുമില്ല. സതീശൻ പ്രതിപക്ഷ നേതാവായതോടെ പാർട്ടിയിൽ ഗ്രൂപ്പുകൾ കൂടിയെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ വിമർശനം. അധികാര വടംവലിക്ക് വേണ്ടി എല്ലാം കളഞ്ഞുകുളിക്കുന്ന പാർട്ടിയല്ല ഞങ്ങളുടേത്. രമേശിന് സംസ്ഥാനത്ത് വേണമെങ്കിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാം. വെള്ളാപ്പള്ളിയെ ഞങ്ങൾ വിചാരിച്ചാൽ നല്ല നടപ്പ് നടത്താൻ കഴിയുമോ എന്നും KPCC അധ്യക്ഷൻ ചോദിച്ചു. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരായ CPIM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവന്റെ പരാമർശത്തിനെതിരെയും കെ സുധാകരൻ വിമർശനം ഉന്നയിച്ചു. വിജയരാഘവന് ലജ്ജയില്ലേ? എന്ത് രാഷ്ട്രീയത്തിന്റെ പേരിലാണ് വിജയരാഘവന്റെ പ്രിയങ്കയ്ക്ക് എതിരായ പ്രസംഗം? വിജയരാഘവനെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി തിരുത്തുന്നില്ലെന്നും കെ സുധാകരൻ ചോദിച്ചു. അംബേദ്കറെ അപമാനിച്ച അമിത്ഷായുടെ പ്രസംഗം അപലപനീയമാണെന്നും കോൺഗ്രസ് നേതാവ് പ്രതികരിച്ചു. ജനാധിപത്യത്തിനെതിരായ കൊലവിളിയാണ് അമിത്ഷായുടെ പ്രസംഗമെന്നും കെ സുധാകരൻ പറഞ്ഞു. മാടായി കോളേജ് നിയമന വിവാദത്തിൽ ഇരുകൂട്ടരുടെയും സസ്പെൻഷൻ പിൻവലിക്കും. നിയമനത്തിൽ തീരുമാനം എടുക്കേണ്ടത് ഭരണസമിതിയാണ്. അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നും സുധാകരൻ അറിയിച്ചു. മുനമ്പം സമരത്തിന്റെ ആദ്യ ദിവസം മുതൽ പിന്തുണയുമായി ഒപ്പമുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ. മുനമ്പം സമരത്തിന്റെ ആദ്യ ദിവസം മുതൽ പിന്തുണയുമായി ഒപ്പമുണ്ടെന്നും പരിഹാരം കാണുന്നതുവരെ കൂടെയുണ്ടാക്കുമെന്നും മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യം ഉറപ്പു നൽകിയതാണ്. ഇതിൽ രാഷ്ട്രീയമില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മുനമ്പം സമരഭൂമിയിലെത്തി സമരക്കാരോട് സംസാരിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. അഡ്വക്കേറ്റ് ഷോൺ ജോർജിനൊപ്പമാണ് രാജീവ് ചന്ദ്രശേഖർ മുനമ്പത്തെ സമരപന്തലിൽ എത്തിയത്. മുനമ്പത്ത് നടക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷനിലായുള്ള ഭൂമി കയ്യേറ്റമാണ്. ഇവിടെ ഏത് ശക്തി എതിർത്താലും ഒന്നും സംഭവിക്കില്ല. LDFO UDFO ആരുമാകട്ടെ വഖഫ് ബില്ല് വരും, പുതിയ നിയമം വരും. ഇവിടെ മാത്രമല്ല വഖഫ് ഭൂമി കൈയടക്കി വെച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും നീതി ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നിരാഹാര സമരം ഇരിക്കുന്നവർ രാജീവ് ചന്ദ്രശേഖറിന് പ്രശ്നങ്ങൾ വിവരിച്ച് നിവേദനം സമർപ്പിച്ചു. മുനമ്പത്തെ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതുവരെ കൂടെ നിൽക്കുമെന്നും പുതിയ വഖഫ് നിയമം വൈകാതെ വരുമെന്നും സമരക്കാർക്ക് ഉറപ്പുകൊടുത്താണ് രാജീവ് ചന്ദ്രശേഖർ മടങ്ങിയത്. MT വാസുദേവൻ നായരുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന MT വാസുദേവൻ നായരുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. തൽസ്ഥിതി തുടരുന്നതായി ഇന്നിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നു. സ്വാഭാവിക ശ്വാസഗതി വീണ്ടെടുത്തിട്ടുണ്ട്. അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണെന്നും ചികിത്സിക്കുന്ന ഡോക്ടർമാർ അറിയിച്ചു. MTയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്നാണ് ഡോക്ടർമാർ ഇന്നലെ അറിയിച്ചിരുന്നത്. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് MTയുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിക്കുന്നത്.
ശ്വാസതടസ്സത്തെ തുടർന്നായിരുന്നു MTയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം MTക്ക് ഹൃദയസ്തംഭനമുണ്ടായെന്നും ആരോഗ്യനില ഗുരുതരമാണെന്നുമായിരുന്നു ആശുപത്രി നേരത്തെ പുറത്തുവിട്ട മെഡിക്കൽ ബുള്ളറ്റിനിൽ പറഞ്ഞിരുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി വെള്ളാപ്പള്ളി നടേശൻ. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. VD സതീശൻ അഹങ്കാരിയായ നേതാവാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. സതീശന് പക്വതയും മാന്യതയുമില്ല. സതീശൻ പ്രതിപക്ഷ നേതാവായതോടെ പാർട്ടിയിൽ ഗ്രൂപ്പുകൾ കൂടി. കോൺഗ്രസിൽ ഇപ്പോൾ AI ഗ്രൂപ്പുകളില്ല, വ്യക്തികളുടെ ഗ്രൂപ്പാണുള്ളതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. KPCC അധ്യക്ഷൻ K സുധാകരനെ അടക്കം എതിർത്ത് സതീശൻ സർവജ്ഞനാകാൻ ശ്രമിക്കുകയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. കോൺഗ്രസ് ഇപ്പോൾ കണ്ടം തുണ്ടമായി കീറി മുറിക്കപ്പെട്ടു. അതിന് കാരണം സതീശനാണ്. രാഷ്ട്രീയപരമായും വ്യക്തിപരമായും സതീശൻ സ്വയം നശിക്കുകയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സതീശൻ സ്വയം നേതാവാകാൻ ശ്രമിക്കുന്ന ആളാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ്. കോൺഗ്രസിലെ നിരവധി നേതാക്കളെ തനിക്കറിയാം. എന്നാൽ മറ്റൊരു നേതാവിനും ഇത്രയും ധാർഷ്ട്യമില്ല. സ്വയം പ്രമാണിയാകാൻ ശ്രമിക്കുമ്പോൾ പ്രാണിയായി മാറുകയാണ്. സമുദായ നേതാക്കളെയും രാഷ്ട്രീയ നേതാക്കളെയും സതീശൻ തള്ളി. ഒറ്റയ്ക്കായി എന്ന് തോന്നിയപ്പോഴാണ് പല വിഷയങ്ങളിലും തിരുത്തൽ നടപടിക്ക് സതീശൻ തയ്യാറായത്. അഹങ്കാരത്തിന്റെ ആൾരൂപമായി മുന്നോട്ടു പോയാൽ സതീശന്റെ രാഷ്ട്രീയ ജീവിതം സർവനാശത്തിലേക്ക് പോകുമെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. 2026 UDF അധികാരത്തിലെത്തില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. VD സതീശൻ നയിക്കുന്ന കോൺഗ്രസ് അധികാരത്തിലെത്തില്ല. LDFന്റെ ഗുണം UDFന്റെ ബലഹീനതയാണ്. കേരളത്തിൽ LDF ഭരണം തുടരും. പ്രതിപക്ഷ നേതാവായി സതീശൻ തുടർന്നാൽ കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിക്കില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. കോൺഗ്രസിൽ ഇപ്പോൾ അണികളില്ല, എല്ലാവരും നേതാക്കളാണ്. BJPയിലേക്ക് വോട്ടുകൾ പോയത് കോൺഗ്രസിൽ നിന്നാണെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. മച്ചാട് തിരുവാണിക്കാവിലെ ഗോപുര സമർപ്പണ ചടങ്ങ് വിവാദത്തിൽ. മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നടപ്പുര ഗോപുര സമർപ്പണ ചടങ്ങ് വിവാദത്തിൽ. സമർപ്പണ ചടങ്ങ് CPM പാർട്ടി പരിപാടിയാക്കി മാറ്റിയെന്നാണ് ആരോപണം. ഉദ്ഘാടന ചടങ്ങിന് ജനകീയ സമിതി രൂപീകരിക്കാതെ പാർട്ടി പ്രവർത്തകരെ പങ്കെടുപ്പിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളതെന്നാണ് ഭക്തജനങ്ങളുടെ കൂട്ടായ്മ ആരോപിച്ചു. ജനുവരി 8-നാണ് നടപ്പുര സമർപ്പണ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ദേവസ്വം മന്ത്രി VN വാസവനാണ് സമർപ്പണ സഭ ഉദ്ഘാടനം ചെയ്യുന്നത്. മൂന്നാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് K രാധാകൃഷ്ണൻ MP ആണ്. ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നത് സേവ്യർ ചിറ്റിലപ്പള്ളി MLA ആണ്. തെക്കങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TB സുനിൽകുമാർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ സുദർശനൻ എന്നിവരെല്ലാം മുൻനിരയിലുണ്ട്. ഉദ്ഘാടന സദസ്സിലേക്ക് പ്രതിഷേധ മാർച്ചും നാമജപ ഘോഷയാത്രയും സംഘടിപ്പിക്കുമെന്ന് ഭക്തജനങ്ങളുടെ കൂട്ടായ്മ അറിയിച്ചു. ഞങ്ങളുടെ അമ്പലത്തിൽ ഒരു നടപ്പുര ഗോപുര നിർമ്മാണം ചെയ്തിട്ടുള്ളതാണ്. ഭക്തജനങ്ങളിൽ നിന്ന് കിട്ടുന്ന സംഭാവന ഉപയോഗിച്ച് ഞാനും അതിന് സംഭാവന കൊടുത്തിട്ടുള്ളതാണ്. ഈ പൈസ ഉപയോഗിച്ചാണ് നടപ്പുരയും ഗോപുരവും നിർമ്മിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഗോപുര നടപ്പുര നിർമ്മാണ സമർപ്പണ സമയമാകുമ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള ഭാരവാഹികളെ ഉൾക്കൊള്ളിച്ച് ഒരു രാഷ്ട്രീയ പരിപാടിയാക്കി ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളതും അതുപ്രകാരം 2025 ജനുവരി 8-ാം തീയതി ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. ഈ കാര്യത്തിൽ ക്ഷേത്ര ഗോപുരം പണിതയിലോ നടപ്പുര പണിതയിലോ ഞങ്ങൾക്ക് എതിർപ്പില്ല, സന്തോഷം മാത്രമുള്ള സ്വാഗതാർഹമാണ്. പക്ഷേ ഈ ഉദ്ഘാടന ചടങ്ങ് രാഷ്ട്രീയവൽക്കരിച്ചതിൽ വളരെയധികം വേദനയും ദുഃഖമുണ്ട്. കാരണം ഇത് വിശ്വാസികളുടെ വിശ്വാസത്തെ ഹനിക്കുന്നതാണ്. കാരണം ഒരു ക്ഷേത്ര കാര്യങ്ങളിൽ ആദ്യം തന്ത്രിയും ക്ഷേത്ര ഊരാളനും പൂജാരിയും മറ്റ് ബന്ധപ്പെട്ടവരും ആധ്യാത്മിക മേഖലയിലുള്ള സന്യാസിവര്യന്മാരെയൊക്കെയാണ് പങ്കെടുപ്പിച്ച് കണ്ടിട്ടുള്ളത്. എന്നാൽ അതിന് വിരുദ്ധമായിട്ട് ഈ ചടങ്ങ് നടത്തുന്ന ഈ ഉദ്ഘാടന ചടങ്ങിനെ ഞങ്ങൾ എതിർക്കുന്നു, പ്രതിഷേധിക്കുന്നു. വളരെയധികം വേദനയും ദുഃഖം അമർഷമുണ്ട്. ഈ കാര്യത്തിന് ബഹുമാനപ്പെട്ട കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറിക്ക് നാളെ നിവേദനം സമർപ്പിക്കാൻ, പരാതി സമർപ്പിക്കാൻ, സങ്കടം ബോധിപ്പിക്കാൻ ഈ തട്ടക ദേശനിവാസികളായ തെക്കങ്കര, പനങ്ങാട്ടുകര, പുന്നമ്പറമ്പ്, കരിമത്ര, മാനത്തറ, വിരുപ്പാക്കം, മംഗലം ദേശത്തുള്ള ജനങ്ങളെല്ലാവരും കൂടി ഒപ്പിട്ട ഒരു മെമ്മോറാണ്ടം, ഒരു പരാതി, ഒരു സങ്കട ഹർജി നാളെ ബോധിപ്പിക്കാൻ പോകും. തെക്കങ്കര, പുന്നമ്പറമ്പ്, പനങ്ങാട്ടുകര, പറളിക്കാട്, മംഗലം, കരിമത്ര, മണലിത്ര, വിരുപ്പാക്ക എന്നീ തട്ടങ്ങളിലെ ക്ഷേത്രവിശ്വാസികൾ ഉൾപ്പെടുത്തിയാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ക്ഷേത്രവിശ്വാസികളായ എല്ലാ വിഭാഗം ജനങ്ങളും നിന്നും ധനസമാഹരണം നടത്തിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് ഭക്തജനങ്ങൾ പറയുന്നു. സമിതി ഭൂരിപക്ഷ അഭിപ്രായം കണക്കിലെടുത്ത്, അതായത് ഈ ചടങ്ങിനോട്, അതായത് ഈ ഉദ്ഘാടന വരുന്ന വ്യക്തികളോട് എതിർപ്പുള്ള കുറച്ച് വ്യക്തികളുണ്ട് ഇതിൽ ഈ സമിതിയിൽ തന്നെ. അവർക്കൊന്നും മുഖവില എടുക്കാതെ അവരൊരു ഏകാധിപത്യമായിട്ടാണ് ഈ പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിനെ ശക്തമായി എതിർക്കുക തന്നെ ചെയ്യും. അതിനൊരു ഭക്തജന സമിതി എന്നുള്ള രീതിയിൽ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അതുമായി മുന്നോട്ട് പോകും. ഏതറ്റം വരെയും നമ്മൾ മുന്നോട്ട് പോകും. ശക്തമായി ഈ രാഷ്ട്രീയ പരിപാടി എന്നുള്ള രീതിയിൽ നമ്മളത് നടത്താൻ അനുവദിക്കുന്നില്ല എന്നാണ് ഈ ഭക്തജന സമിതി എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ ഉപദേശക സമിതി ഒരു ഉപജീവന മാർഗമായി കൊണ്ടാടുന്ന കുറച്ച് വ്യക്തികളുണ്ട്. അതിൽ
കൂടുതലും പേരും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പണിയില്ല. അവർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലത്തിൽ വന്നിരിക്കുക, അവരുടെ ചിലവും കാര്യങ്ങളും അതുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതൊന്നും ഈ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രത്തിൽ യാതൊരുവിധ കാരണവശാലും ഈ നാട്ടുകാരിൽ നിന്ന് ഈ പൈസ പിരിച്ച് അവരതൊരു ഉപജീവന മാർഗ്ഗമായി കൊണ്ടാടുക എന്നുള്ളത് ഒരിക്കലും നടത്തിക്കില്ല. അതിനെതിരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. പിന്നെ കാലാവധി കഴിഞ്ഞൊരു സമിതിയാണത്. അത് രാഷ്ട്രീയ സ്വാധീനം വെച്ചുകൊണ്ട് അത് നീട്ടി കിട്ടിയിട്ട് 3ാം ഘട്ടത്തിൻ്റെ ഒരു ഉദ്ഘാടനമാണ് ഈ MP കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. കാലാവധി കഴിഞ്ഞിട്ടും 3ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമം നടത്തുന്ന ക്ഷേത്ര ഉപദേശക സമിതിയുടെ നടപടികളെ നിയമപരമായി നേരിടുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇത് ഹൈക്കോടതി ഉത്തരവിന് ലംഘനമാണെന്ന് ഭക്തജന കൂട്ടായ്മ ആരോപിച്ചു. ക്ഷേത്ര ഉപദേശക സമിതിയുടെ നടപടികൾക്കെതിരെ ഭക്തരിൽ നിന്നും ഒപ്പ് ശേഖരണം നടത്തി കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറിക്ക് സമർപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഇതിനിടെ ഉദ്ഘാടന ചടങ്ങ് അലങ്കോലപ്പെടുമോ എന്ന ആശങ്കയിലാണ് ഭക്തജനങ്ങൾ. കോൺഗ്രസ് DCC സെക്രട്ടറി TK പൊറഞ്ചുവിനെതിരെ ലൈംഗികാതിക്രമം പരാതി. കോൺഗ്രസ് DCC സെക്രട്ടറി TK പൊറിഞ്ചുവിനെതിരെ ലൈംഗികാതിക്രമ പരാതി. ജില്ലാ സഹകരണ ആശുപത്രിയിൽ വെച്ച് പൊറിഞ്ചു മോശമായി പെരുമാറിയെന്ന് ചൂണ്ടിക്കാട്ടി തൃശൂർ സ്വദേശിനിയായ യുവതി പരാതി നൽകുകയായിരുന്നു. 2022 ജനുവരിയിൽ സംഭവം നടന്നതായാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. തൃശൂർ ജില്ലാ സഹകരണ ആശുപത്രിയിലെ ജീവനക്കാരിയാണ് പരാതിക്കാരി. ആശുപത്രിയിലെ പ്രസിഡന്റ് കൂടിയായ പൊറിഞ്ചു മോശമായി പെരുമാറിയെന്നാണ് യുവതി പറയുന്നത്. ആശുപത്രിയിൽ വെച്ച് പൊറിഞ്ചു കയ്യിൽ കയറിപ്പിടിക്കുകയും ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിച്ചുവെന്നും യുവതി പരാതിയിൽ പറയുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈസ്റ്റ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തിയതിന് അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയ VHP പ്രവർത്തകർ റിമാൻഡിൽ. സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തിയതിന് അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ VHP പ്രവർത്തകർ റിമാൻഡിൽ. വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ സെക്രട്ടറി K അനിൽകുമാർ, ജില്ലാ സംയോജക V സുശാസനൻ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K വേലായുധൻ എന്നിവരെയാണ് ചിറ്റൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് നല്ലേപ്പുള്ളി ഗവൺമെന്റ് UP സ്കൂളിൽ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം. ക്രിസ്മസ് ആഘോഷം നടക്കുന്നതിനിടെ മൂവർ സംഘം അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും വസ്ത്രധാരണത്തെപ്പറ്റി ചോദ്യം ചെയ്യുകയായിരുന്നു. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വെച്ച് അധ്യാപകരെ അസഭ്യം പറയുകയും ചെയ്തു. സ്കൂൾ അധികൃതർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഒരിടവേള. പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്രയും ചിന്തിക്കാറുള്ളൂ, ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവൻ്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാൻ രണ്ടെണ്ണം മാറ്റല്ലേ, രണ്ടല്ല 2 ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. വാർത്തകൾ തുടരുന്നു. തലപ്പള്ളി NSS താലൂക്ക് യൂണിയൻ വാർഷിക പൊതുയോഗവും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. തലപ്പള്ളി NSS താലൂക്ക് യൂണിയന്റെയും യൂണിയൻ വക ക്ഷേത്രമായ ശ്രീ ആലീശ്വരം ശിവക്ഷേത്രത്തിന്റെയും 2023-24 വർഷത്തെ വരവ് ചെലവ് കണക്കുകളും 2024-25 വർഷത്തിലേക്കുള്ള ബഡ്ജറ്റും യൂണിയൻ സെക്രട്ടറി S ശ്രീകുമാർ അവതരിപ്പിച്ചു. 2,51,58,520 രൂപ വരവും 2,51,58,058 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന യൂണിയന്റെയും 26,07,500 വരവ് ചെലവ് വരുന്ന ക്ഷേത്രത്തിന്റെയും ബജറ്റാണ് തയ്യാറാക്കിയത്. നായർ സർവീസ് സൊസൈറ്റിക്ക് കീഴിലുള്ള റെസ്റ്റോറന്റ് ശൃംഖലയായ പത്മ കഫേ യൂണിയനിൽ തുടങ്ങുന്നതിനായി 1 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്.
പ്രാർത്ഥനാ ഹാൾ 20 ലക്ഷം രൂപ, മംഗല്യനിധി 2 ലക്ഷം രൂപ, വിവിധ സ്കോളർഷിപ്പുകൾ 1,50,000 രൂപ, ക്ഷേത്ര നവീകരണത്തിനും മരാമത്തിനുമായി 5 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. NSS ഡയറക്ടർ ബോർഡ് അംഗവും യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് പി ഋഷികേശ് അധ്യക്ഷത വഹിച്ചു. പാർലിക്കാട് മാരാത്തുകുന്ന് റെയിൽവേ മേൽപ്പാലം അനുവദിക്കണമെന്നും വടക്കാഞ്ചേരിയിൽ KSRTC ബസ് സ്റ്റാൻഡ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് യോഗത്തിൽ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് K രവീന്ദ്രൻ സ്വാഗതവും യൂണിയൻ സെക്രട്ടറി S ശ്രീകുമാർ നന്ദിയും രേഖപ്പെടുത്തി. തിമിര വിമുക്ത വടക്കാഞ്ചേരി നഗരസഭ എന്ന മുദ്രാവാക്യവുമായി വടക്കാഞ്ചേരി ലയൺസ് ക്ലബ് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. തിമിര വിമുക്ത വടക്കാഞ്ചേരി നഗരസഭ എന്ന മുദ്രാവാക്യവുമായി വടക്കാഞ്ചേരി ലയൺസ് ക്ലബ്ബ് നഗരസഭയിലെ 11, 12, 13, 14 ഡിവിഷനുകൾക്ക് വേണ്ടി നടത്തിയ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭയെ തിമിരരഹിത നഗരസഭയായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിലും സ്വാഗത പ്രസംഗത്തിലും സൂചിപ്പിച്ചു. വടക്കാഞ്ചേരി നഗരസഭയിലെ 41 ഡിവിഷനുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ ഡിവിഷനിലും ഇതുപോലെയുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ച് നമ്മൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് നമ്മുടെ കാഴ്ചയെ സംബന്ധിച്ച്. ഏകദേശം ഒരു 35-40 വയസ്സായി കഴിഞ്ഞു നമ്മൾ കാഴ്ചയെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ കണ്ണിനെ പറ്റി ആശങ്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ്, അല്ലെങ്കിൽ അവയവങ്ങളിൽ ഒന്നാണ് നമ്മുടെ കണ്ണ് എന്നുള്ളത്. കാഴ്ച ഉണ്ടെങ്കിൽ അതിൻ്റെ വില നമുക്കറിയില്ല. കാഴ്ച നഷ്ടപ്പെട്ട് കഴിഞ്ഞാലാണ് നമുക്ക് അതിൻ്റെ വില നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. കുമരനല്ലൂർ ഒലിവ് ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന ക്യാമ്പിൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോൺസൺ AP അധ്യക്ഷത വഹിച്ചു. നമ്മൾ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയും വടക്കാഞ്ചേരി ലയൺസ് ക്ലബ്ബും ആര്യ ഐക്കയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തൃശ്ശൂരിനുമായി സഹകരിച്ച് വടക്കാഞ്ചേരി നഗരസഭയെ തിമിരമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മൾ ഈ വർഷം ഒരു മെഗാ പദ്ധതി ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ തുടങ്ങിയ ക്യാമ്പുകളിൽ 4 ഡിവിഷനുകളെ കേന്ദ്രീകരിച്ച് ഓരോ മേഖലകളാക്കി ഇപ്പോൾ നമ്മളിത് 6ാമത്തെ ക്യാമ്പാണ് നടത്തുന്നത്. 6ാമത്തെ ക്യാമ്പുകളുണ്ട്. അപ്പോൾ മൊത്തം 24-25 ഡിവിഷനുകളിൽ ഇപ്പോൾ നമ്മൾ ക്യാമ്പ് നടത്തി 1600ഓളം പേരെ നമ്മൾ സ്ക്രീൻ ചെയ്ത് അതിൽ 210ഓളം പേർക്ക് നമ്മൾ തിമിര ശസ്ത്രക്രിയ നടത്തി കഴിഞ്ഞു. ക്യാമ്പ് കോർഡിനേറ്റർ ഹരീഷ് മേനോൻ, ലയൺസ് ഭാരവാഹികളായ വിൽസൺ കുന്നപ്പള്ളി, NA നസീർ, ഡോക്ടർ PR നാരായണൻ, അബ്ദുൽ സത്താർ, ജെയിംസ് ഫ്രാൻസിസ്, പ്രിൻസി ജോൺസൺ, ജിജി വിൽസൺ, ലിയോസ് ജിസ്മി, നൈസൽ യൂസഫ് എന്നിവർ പങ്കെടുത്തു. കുമരനെല്ലൂർ ദേശപ്പാനയുടെ വിളംബര പത്രിക പ്രകാശനം ചെയ്തു. കുമരനല്ലൂർ ദേശം പൂരത്തിന് മുന്നോടിയായി ഉത്രാളിക് ഭഗവതിക്ക് സമർപ്പിക്കുന്ന ദേശപ്പാനയുടെ വിളംബര പത്രിക പ്രകാശനം ചെയ്തു. കുമരനല്ലൂർ കറുവണ്ണ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ദേശപ്പാന രക്ഷാധികാരി V ശ്രീധരൻ ഉത്രാളിപ്പൂരം വർക്കിംഗ് പ്രസിഡന്റ് K ബാലകൃഷ്ണന് നൽകിയാണ് പ്രകാശനം ചെയ്തത്. നമ്മളുടെ ഇക്കൊല്ലത്തെ പാനയുടെ ദോഷപ്രകാശനമാണ് ഇപ്പോൾ നമ്മളിവിടെ നടത്താൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ കറുവണ്ണ ദേവരുടെ നടക്കിൽ ഒരു ദോഷപ്രകാശനം നമ്മൾ ചെയ്യുന്നത്. ആ ദോഷപ്രകാശനത്തിന് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉത്രാളി പൂരം പ്രസിഡന്റ് AK സതീഷ് കുമാർ, പൂരക്കമ്മിറ്റി അംഗങ്ങൾ, പാനാഘോഷ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. 2025 ജനുവരി 28 ചൊവ്വാഴ്ച കറുവണ്ണ ക്ഷേത്രത്തിന് സമീപം തയ്യാറാക്കുന്ന പ്രത്യേക പന്തലിലാണ് പാനാഘോഷ ചടങ്ങുകൾ നടക്കുക. അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ അംബേദ്കറെ അപമാനിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും അമിത്ഷാ പൊതുസമൂഹത്തിനോട് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും രാഹുൽ ഗാന്ധിക്കെതിരെ എടുത്ത കള്ളക്കേസുകൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടും പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും അമിത്ഷായുടെ കോലം കത്തിക്കലും നടത്തി. പ്രതിഷേധ യോഗം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാലിൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് AT സ്റ്റീഫൻ, ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളായ P മാധവൻ, AM ഷംസുദ്ദീൻ, MA സുബൈർ, അപ്പു ആളൂർ, റൂബി ഫ്രാൻസിസ്, RM ബഷീർ, ഷാജു തരകൻ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികളായ
OJ ഷാജൻ, ആൻഡോപോൾ TK സുബ്രഹ്മണ്യൻ, ധനേഷ് ചുള്ളിക്കാട്ടിൽ, സജിത് കുമാർ, സൈബി TO എന്നിവർ സംസാരിച്ചു. കരിമത്ര ആരോഗ്യമാത പള്ളിയിൽ 27 തിരുപ്പട്ട ദാനച്ചടങ്ങ് നടക്കും. തൃശൂരിലെ വേളാങ്കണ്ണി എന്നറിയപ്പെടുന്ന കരിമത്ര ആരോഗ്യമാത പള്ളിയിലെ 27 തിരുപ്പട്ട ദാനച്ചടങ്ങ് നടക്കുമെന്ന് ഫാദർ മനോജ് കീഴൂർ മുട്ടിക്കൽ അറിയിച്ചു. ക്ലിൻഡോ പ്ലാണങ്ങാടനാണ് തിരുപ്പട്ട സമർപ്പിക്കുന്നത്. 28 ഇടവക സമർപ്പണ സംഗമം, വൈകിട്ട് ഇടവക ദിനാചരണവും നടക്കും. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. സ്നേഹമുള്ളവരെ, ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ തൃശ്ശൂരിൻ്റെ വേളാങ്കണ്ണി എന്നറിയപ്പെടുന്ന കരിമത്ര ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ് ഈ ഡിസംബർ 25-ഉം അതുപോലെ 21 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഡിസംബർ 27-ന് നടക്കുന്ന തിരുപ്പട്ട ദാന ശുശ്രൂഷയും. ഡീക്കൻ ക്ലിൻഡ് പാണേങ്കാടൻ തിരുപ്പട്ട സ്വീകരിക്കുന്ന ദിനം കൂടിയാണ് അന്ന്. അഭിവന്യ ആൻഡ്രൂസ് താഴ്ത്തി പിതാവിൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി അന്നേ ദിനത്തിൽ ഈ തിരുപ്പട്ട ദാന ശുശ്രൂഷ സ്വീകരിക്കുന്ന ഡീക്കൻ ക്ലിൻഡ് പാണേങ്കാടിനെ എല്ലാവിധ ആശംസകളും പ്രത്യേകമായിട്ട് നേരുകയാണ്. അതുപോലെ തന്നെ 28-ാം തീയതി നമ്മുടെ ഈ ഇടവകയുടെ ചരിത്രത്തിലാദ്യമായിട്ട് ഒരു സമർപ്പിത സംഗമം വയ്ക്കുകയാണ്. ബഹുമാനപ്പെട്ട വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഡിസംബർ 28 7:30 രാവിലെ 7:30 ഇത് സംഘടിപ്പിക്കുകയാണ്. 28-ാം തീയതി തന്നെ ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ഇടവക ദിനവും അനുമോദന യോഗവും ഒരുമിച്ച് സംയുക്തമായിട്ട് ആചരിക്കുന്നു. വടക്കാഞ്ചേരി MLA ബഹുമാനപ്പെട്ട സേവ്യർ ചിറ്റിലപ്പള്ളി സാറാണ് ഈ ദിനത്തിൻ്റെ ഇടവക ദിനത്തിൻ്റെയും അനുമോദന യോഗത്തിൻ്റെയും ഒക്കെ ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് കടന്നു വരിക. അതുപോലെ തന്നെ മുഖ്യ അതിഥിയായിട്ട് വേദി പങ്കിടുന്നത് ശംഷാബാദ്, അദിലാബാദ് രൂപതകളുടെ മെത്രാനായിട്ടുള്ള അഭിവന്യ പ്രിൻസ് പാണേങ്കാടൻ പിതാവാണ്. അതുപോലെ നമ്മുടെ ഫൊറോന വികാരി അച്ഛനും ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടുന്ന ഒട്ടനവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യവും ഈ യോഗത്തിലുണ്ടായിരിക്കുമെന്ന കാര്യം പ്രത്യേകം അറിയിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഡിസംബർ 27-ന് നടക്കുന്ന തിരുപ്പട്ട ദാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ആധ്യാത്മിക തത്വ സമീക്ഷാ ഗ്രന്ഥം അകം പ്രകാശനം ചെയ്തു. വടക്കാഞ്ചേരി സൗഹൃദം ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച KPN കുട്ടിമേനോന്റെ അകം അഥവാ നിഹിതം ഗുഹയാം എന്ന ആധ്യാത്മിക തത്വസമീക്ഷാ ഗ്രന്ഥം പുറനാട്ടുകര ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി സദ്ഭവനാനന്ദ പ്രകാശനം ചെയ്തു. ആധ്യാത്മിക ജ്ഞാനമാണ് മനുഷ്യന്റെ പുരോഗതിക്ക് നിദാനമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ V മുരളി ആദ്യ പ്രതി ഏറ്റുവാങ്ങി. പുസ്തക പ്രസാധകനും സൗഹൃദ സെന്റർ ഡയറക്ടറുമായ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. സങ്കീർണമായ ആശയങ്ങളാണ് പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചതെങ്കിലും അത് വായിച്ച് ഗ്രഹിക്കേണ്ടത് ജീവിത സാഫല്യത്തിന് അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഫാദർ ഷെബിൻ കവലക്കാട്ട്, ചന്ദ്രപ്രകാശ് എടമന, KP മാധവൻകുട്ടി, അംബിക ടീച്ചർ, അജിത് മേനോൻ, മകേഷ് എമ്പ്രാന്തിരി, സ്മിത ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥകർത്താവ് KP നാരായണൻകുട്ടി മേനോൻ മറുപടി പ്രസംഗം നടത്തി. ജനറൽ കൺവീനർ സതീശൻ രാജ സ്വാഗതവും കൺവീനർ ജോൺസൺ കുന്നപ്പള്ളി നന്ദിയും പറഞ്ഞു. പാർലിക്കാട് തച്ചനാത്തക്കാവ് ദേവി സന്നിധിയിലെ സത്രവേദിയായ നൈമിഷാലനത്തിൽ യമദൂതരെ പിന്തിരിപ്പിച്ച നാമപ്രഭാവം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. പാർലിക്കാട് തച്ചനാത്തുകാവ് ദേവി സന്നിധിയിലെ സത്രവേദിയായ നൈമിഷാരണ്യത്തിൽ 3-ാം ദിവസമായ ഇന്ന് യമഭൂതരെ പിന്തിരിപ്പിച്ച നാമപ്രഭാവം എന്ന വിഷയത്തിൽ ഡോക്ടർ ലക്ഷ്മി ശങ്കർ പ്രഭാഷണം നടത്തി. ഡോക്ടർ ഉമാ വയപ്പുറം വാസുദേവ പ്രസാദ് നമ്പൂതിരെ, സ്വാമി ഭൂമാനന്ദ തീർത്ഥ, G പീയൂഷ് എന്നിവർ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി പ്രഭാഷണം നടത്തി. വൈകിട്ട് ഉദ്ധവന് കൃഷ്ണന്റെ അന്തിമോപദേശം എന്ന വിഷയത്തെ ആസ്പദമാക്കി സ്വാമി ഭൂമാനന്ദ തീർത്ഥ പ്രഭാഷണം നടത്തി. തുടർന്ന് ഭജന, നാമസങ്കീർത്തന പരിക്രമം എന്നിവയും നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മുണ്ടക്കൈ ചൂരൽമര ഉരുൾപൊട്ടൽ ആദ്യകരട് പട്ടികയിൽ പാകപ്പിഴയെന്ന ആരോപണത്തോട് പ്രതികരിച്ച് K രാജൻ. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് മറുപടി നൽകി K സുധാകരൻ. മുനമ്പം സമരത്തിന്റെ ആദ്യ ദിവസം മുതൽ പിന്തുണയുമായി ഒപ്പമുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ.
MT വാസുദേവൻ നായരുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി വെള്ളാപ്പള്ളി നടേശൻ. മച്ചാട് തിരുവാണിക്കാവിലെ ഗോപുര സമർപ്പണ ചടങ്ങ് വിവാദത്തിൽ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.